വലിയ മീനുകളാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പാർക്ക്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു യൂണീക്കായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളുടെ സൈക്കിളിലാണ് പോകുന്നത്. ജസ്റ്റ് ഇതാണ് എൻ്റെ സൈക്കിള്. അപ്പോൾ ഇതിൽ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. In this video, I will be riding across a bridge, a gravel road along a river, and finally, we will be reaching our destination. ഓക്കെ, അപ്പോൾ കുറേ കാലമായി ഞാൻ ഈ സ്ഥലത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്നാണിപ്പോൾ അതിന് സാധിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ പൊളിച്ചെടുക്കാം. മെയിൻ റോഡിലെത്താറായി. ഒരു ടീ കുടിച്ചിട്ടാകാം അടുത്ത റൈഡ്. എവിടെ ഇരുന്നിട്ടാ ടീ കുടിക്കുന്നു? ഗാലറിയിൽ ഇരുന്നിട്ടാ ടീ കുടിക്കുന്നു. എവിടെ പോയാലും നായ്ക്കളുടെ ശല്യമാണല്ലോ. സമാധാനമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് നമ്മുടെ ഷോലിംഗനല്ലൂരിൽ നിന്നും ECRലേക്ക് പോണ ബ്രിഡ്ജാണത്. ഓക്കെ, ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണ് ഇവിടെ ഉള്ളത്. നോക്കിയാൽ നിങ്ങൾ നിറച്ച് മീനുകളെ കാണാൻ പറ്റും. വലിയ വലിയ മുയിക്കളെ. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങോട്ട് വരും. ഓക്കെ, അതായത് ഓക്സിജൻ എടുക്കാനായിട്ട് മേരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ മീനുകളാണ്. ഏകദേശം 8-10 കിലോ ഉണ്ടാവും ഓരോ മീനുകൾ. ഓക്കെ, ഇത് ശരിക്കും ഒരു പുഴയാണ്. പുഴയോ അതോ ഒരു കനാലോ അങ്ങനെ എന്തോ ആണ് സാധനം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നോക്കുമ്പോൾ ഇനി മുഷിമീനൊന്നും വാങ്ങാൻ പറ്റില്ല. ഓരോ മീനുകളുടെ സൈസ് നോക്കണം. 10-15 കിലോ, 10 കിലോ ഒന്നും വിടുട്ടോ. ഓക്കെ, ഇഷ്ടം പോലെ മീനുകളാണ് കേട്ടോ. കാട്ടമ്മ കളിക്കുകയാണ് 100 കണക്കിന്. അപ്പോൾ നമുക്ക് നമ്മളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളെ ഗ്രാവൽ റൈഡ് തുടങ്ങി ഗൈസ്. ഓക്കെ, സോ സൂപ്പർ ഗൈസ്. നൗ ലെറ്റ്സ് എൻജോയ് സം ഗ്രാവൽ റൈഡ്. വാവ്, ആക്ച്വലി നമ്മൾ റോട്ടിലൂടെ ഓടിക്കണേക്കായി നല്ല രസം നമുക്ക് ഈ മണ്ണ് കൂടെ ഓടിക്കണതാണ്. Okay, it's really fun. So ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പുഴയുടെ തീരം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആ പുഴയുടെ തീരത്തു കൂടെയാണ് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുഴയിലെ വെള്ളം പക്ഷേ നല്ലതല്ല, അത് വേറെ വിഷയം. ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, റോഡ് മുഴുവൻ വെള്ളമാണ്. കാരണം ലാസ്റ്റ് സാറ്റർഡേ മുതൽ ഇവിടെ നല്ല മഴയാണ്, മഴക്കാലമാണ്.
സൈക്ലോൺ ഇഫക്റ്റ് ആണ് ആക്ച്വലി. ഓ ഗോഡ്, സൂപ്പർ. റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ കുറേ ബേർഡ്സുകളെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് അവിടേക്കുള്ള റോഡ്. ഓഹോ മാൻ, ഈ ഒരു ആൽമരം നോക്കിയേ, ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ്. സൂപ്പർ സ്ഥലമാണിത് ആക്ച്വലി. നല്ല വൈബാണ് ഇവിടെ, പീസ്ഫുൾ ആൻഡ് കാം. ഇന്ന് എന്താണെന്നറിയില്ല, ഇവിടെ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ കുറച്ച് ബസ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അത് കാരണം കുറച്ചൊരു സൗണ്ടിൻ്റെ ശല്യമുണ്ട്. അല്ലാതെ ഭയങ്കരമായിട്ട് കാമായിട്ടുള്ള സ്ഥലമാണിത്. ഈ ഒരു ലൊക്കേഷനുള്ളത് നമ്മളുടെ ഇസ്കോൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട് ഷോലിംഗനല്ലൂർ, അതായത് ECRൻ്റെ അവിടെയാണുള്ളത്. സൂപ്പർ പ്ലേസ്. സോ നമുക്ക് നമ്മളുടെ സൈക്കിൾ ഇവിടെ നിർത്താം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പാർക്ക്. സോ നമുക്ക് ഈ പാർക്കൊന്ന് ഫസ്റ്റ് നടന്ന് കാണാം. ഓക്കെ, ഞാൻ സാധാരണ ഈ പാർക്കിലേക്ക് വരാറുണ്ട്. പാർക്ക് വളരെ വൃത്തിഹീനമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അവർ വൃത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ പൊന്തക്കാടൊക്കെ വെട്ടിയിട്ടുണ്ട്. ഐ ലൈക്ക് ദിസ് ഫ്ലവർ വെരി മച്ച്. നല്ലൊരു ഫ്ലവറാണ്. സോ സാധാരണ ഈ ഒരു പാർക്കിൽ ആരും ഉണ്ടാവാറില്ല. ഞാൻ ജസ്റ്റ് രാവിലെ വരും, എന്നിട്ട് ജസ്റ്റ് എക്സസൈസ് ചെയ്തിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോഴും ആരും ഇല്ല ആക്ച്വലി. സോ ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. ഇവിടെ നമ്മളുടെ വയസ്സായ ആൾക്കാർക്കുള്ള എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ടോ, പിന്നെ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള സ്ഥലങ്ങൾ, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. വീഡിയോ എടുത്തുകൊണ്ട് എങ്ങനെ പറ്റുമെന്നറിയില്ല. സോ ഫസ്റ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. സോ ഇതിൽ കയറി നിന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. സോ ഒരുവിധം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വീഡിയോ നിർത്തുക.
ഇനി അടുത്ത ആ സാധനത്തേക്ക് കാണിച്ചു തരാം. സോ ഇത് എന്തിനുള്ള എക്സസൈസാണ്? ഇത് ഓക്കെ ഇത് കയ്യിനുള്ള എക്സസൈസാണ്. ഇത് വെച്ച് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യും, അപ്പോൾ കയ്യിന് എക്സസൈസ് വരും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ലെഗിനുള്ള എക്സസൈസ്. എവരിത്തിങ് മെക്കാനിക്കൽ എനർജി. സോ കാലിനുള്ള വ്യായാമം. ഓക്കെ, ഐസൊക്കെ കട്ടയാവും. പിന്നെ അവിടെ യോഗ മണ്ഡപമുണ്ട്. ഓക്കെ, എ പാർക്ക് നോവർ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം. ഓഹോ, കൂൾ. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഖസുന്ദരമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാം. യോഗ മണ്ഡപമാണിത്. ഓക്കെ, യോഗ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വന്ന് യോഗ ചെയ്യാം. ഓക്കെ, അതേപോലെ ചെറിയൊരു പൂള്, പക്ഷെ വെള്ളം നന്നല്ല. ഓക്കെ, ഈ ഒരു പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ടെന്നീസ് കോർട്ടുണ്ട്, കാണിക്കാം. എനിക്കിഷ്ടപ്പെട്ട ഒരു ഗെയിമുകളിൽപ്പെട്ടതാണ്. എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ടെന്നീസ് കളിക്കണം എന്നുള്ളത്. ഓക്കെ, ബട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ നോക്കിയേ, ശംഖുപുഷ്പം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇൻ ഫ്യൂച്ചർ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.